നമുക്കിതാ ഒരുപാട് വണ്ടികളുണ്ട് നിങ്ങളുടെ പല വണ്ടികളുണ്ട് എല്ലാ ബ്രാൻഡിലെ വണ്ടികൾ. ഓക്കെ, നമുക്ക് വണ്ടികൾ കൂടുതൽ വരുന്നത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടല്ല, തിരിച്ചിട്ട് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് വണ്ടികളുടെ കൂടുതൽ വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് കിലോമീറ്റർ സർവീസ് ചെയ്യാത്ത, പീരിയഡിക്കൽ സർവീസ് ചെയ്യാത്ത, മേജർ സർവീസ് ചെയ്യാത്ത വണ്ടികൾ ഈ പറഞ്ഞ പോലെ പല പല ഇഷ്യൂസൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമായിട്ട് ഈ 10,000 കിലോമീറ്റർ തന്നെ ഈ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യുക. പീരിയഡിക്കൽ സർവീസ് ഒരു കാരണവശാലും നിങ്ങൾ നീട്ടിക്കൊണ്ടുവരുന്നത്. ആ സമയത്ത് തന്നെ നിങ്ങൾ എന്താണ് വെച്ചാൽ ഒരു ജനറൽ ചെക്കപ്പും കൂടി നിർബന്ധമായിട്ട് ചെയ്യിക്കുക. ഞങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്താണ് ആ ഒരു പീരിയഡിക്കൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ജനറൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെറും ഓയിൽ ചേഞ്ച് ഫിൽറ്റർ മാറ്റിയിട്ട് പോക്കല്ല, നമ്മൾ പിന്നെ ഈ ബ്രേക്ക് മുതൽ വണ്ടിയുടെ എല്ലാ കണ്ടീഷൻസും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊരു ചെക്കപ്പ് ചെയ്തിട്ട് കസ്റ്റമർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കും. നമുക്ക് സാറേ ഇതാ ഇന്ന കണ്ടീഷൻ, നമ്മൾ ബ്രേക്ക് പാഡിൻ്റെ സ്റ്റാറ്റസ് ഇന്നതാണ്, നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടും, ഇപ്പം മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഒരു ലീക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ സാർ സമയം കിട്ടുമ്പോൾ കൊണ്ടുവന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ലീക്കേജോ ഒരു ബ്രേക്ക് ഡൗണോ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് നമ്മളെന്നല്ല, ഏത് വർക്ക്ഷോപ്പിൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സർവീസ് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനും വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള നമുക്ക് ഈ വണ്ടിയിലേക്ക് പൈസ ഇറങ്ങുന്ന അവസ്ഥകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആയാലും പിന്നെ മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങളുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് കൃത്യസമയത്ത് ചെയ്യുക. ആ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ജനറൽ ചെക്കപ്പ് കൂടി നിങ്ങൾ ചെയ്യിക്കുക.